ഹായ്, നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൈമറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു പ്രൈമറിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരത് കാണാം. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ് ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ. സോ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഫങ്ഷൻസും മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ഇത്രയും സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു CC ഗ്ലോ സിറം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, സൺസ്ക്രീനാണ് കൂടുതൽ. ആ CC ഗ്ലോ സിറം ഒരു ഡ്രോപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, ഇത് ഇനി ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചറാണ്. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെയിം എമൗണ്ട് ആയിരിക്കണം എല്ലായിടത്തും. ഇവിടെ നമ്മൾ കറക്റ്റ് എമൗണ്ടിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തും ഫോർ ഹെഡിലും ചിന്നിലൊക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരാഴ്ച ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി. സോ ഇത് ചെയ്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സെറ്റിംഗ് സ്പ്രേ ഇട്ടതിന് ശേഷം കുറച്ച് കോമ്പാക്റ്റ് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആവും മേക്കപ്പ്. ബാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഐ ഷാഡോയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മാൾസിൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഇത് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ആ വീഡിയോയും കാണാം. ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഐ ഷാഡോയിൽ ഈ ഫസ്റ്റ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡും ഈ സെക്കൻഡ് ഷെയ്ഡുമാണ് ഞാൻ ഐസിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. നോസിൽ ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചിന്നിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടൊന്ന് ബ്ലഷിനായിട്ട് കൊടുക്കും. മെബ്ലൈൻ്റെ ഐലൈനറാണ്. സോ ഞാൻ ഐലൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മസ്കാര, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് മസ്കാരയാണിത്. ഫസ്റ്റ് നമുക്കിത് ലെങ്ത് ചെയ്യുക, എന്നിട്ടാണ് ഞാൻ വോളിയൂമൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഐബ്രോസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നമുക്ക് മസ്കാര ഇട്ട് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ലെങ്തനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വോളിയൂമൈസിങ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1 ആണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേക്ക് ലാഷസ് ഒക്കെ വെച്ച പോലെ ഇരിക്കും. ഞാൻ ഈ ഒരു മസ്കാരൻ്റെ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇനി ഈ മസ്കാര വെച്ച് തന്നെ ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ബോൾഡാക്കി കൊടുക്കണേണ്. ഗേൾസിൻ്റെ മെയിനായിട്ടുള്ള ഇതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്തായിരിക്കും? ലിപ്സ്റ്റിക്. ഓക്കെ, ലിപ്സ്റ്റിക് ഞാൻ സുതിയോന്ന് വാങ്ങിയ ഒരു ലിപ് മൂസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് വേറെ അപ്ലൈ ചെയ്ത് വേറെ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ആ ഒരു ലിപ് മൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഈ ഒരു ലിപ് മൂസിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷോർട്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഷോർട്സ് ഒന്ന് നോക്കിയാൽ മതിയാവും. അതിൽ ഞാൻ ഈ ഒരു ലിപ് മൂസിനെ കുറിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടെക്സ്ചർ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്കിഷ്ടം. സോ എല്ലാവരും ലിപ് മൂസ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സുദിയോയിലെ ലിപ് മൂസ് അല്ലേ, ചീപ്പറാണ്. സോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. വേറെ വലിയ വലിയ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഉണ്ട്, അതിന് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. ഇതിന് ക്വാളിറ്റി ഞാൻ പറയില്ല, കാരണം സുദിയോ പ്രൊഡക്റ്റാണ്, അവർ അത്രയൊക്കെ ക്വാളിറ്റി കൊടുക്കും. ഈ മാൾസിൻ്റെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ പൊക്കത്ത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാൻ പോകുന്നത്. ആ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ എന്തായാലും കാണുന്നില്ല. സോ ഇതാണെങ്കിൽ ഷാർപ്നറും ഇല്ല, ഇത് ഞാൻ കുത്തി എടുക്കേണ്ടി വരും. സോ അങ്ങനെ എടുത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണാം. ശരിക്കും ഇതിപ്പോൾ ഞാനൊരു ആ ഷെയ്ഡ് കിട്ടാണ്ട് ഈ ഷെയ്ഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ഒരു റെഡ് കളർ ലിപ്സാണ്. സോ പക്ഷെ എനിക്ക് ഈ ഒരു ലിപ് ഷെയ്ഡ് ഇഷ്ടമായി. എൻ്റെ കയ്യിൽ സുദിയോൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്, അതിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ലൊരു ഗ്ലോസി ലിപ്സ് ആയിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോകുമ്പോൾ ഈ ഒരു മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു.
ഈ ലിപ്സ്റ്റിക്ക് ഇനി മായിന് പോയാലുള്ള ഫുഡൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ മന്തി കഴിച്ചിട്ട് എൻ്റെ വയറ് ശരിക്കും അപ്സെറ്റ് ആയിട്ടിരിക്കണേണ്. അപ്പോൾ എന്താ ചെയ്യാനാ, പോകുമ്പോൾ എന്തൊക്കെ ഞാൻ കഴിക്കുമൊന്നും എനിക്കറിയില്ല. ഓക്കെ, സോ നമുക്ക് മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹിജാബാണ്. ഹിജാബും കൂടിയിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം. ഇപ്പം എന്തായാലും എൻ്റെ ഫ്രണ്ട് വരാറായി. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അബായാണ് കേട്ടോ ഇടണത്, ജസ്റ്റ് ഔട്ടിങ് അല്ലേ. സോ അബായ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റാൻ മടിയായിട്ട് ഇനി ഹിജാബ് ഇട്ട് ഫ്രണ്ടിൻ്റെ കൂടെ, ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വേഗം പോകണം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തത് ശരിയാവില്ല. സോ നമുക്ക് പോവാം. ഓക്കെ, ബൈ. നമ്മൾ ഒരു 8 o'clock ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 8:20 ഒക്കെ ആയപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തി. അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഈ ഒരു പീക്കോക്കിനെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കൊച്ചിയിലേക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇവിടുന്ന് കസിൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി. ഇതായതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ വീട്ടിലേക്കും പോകാനുണ്ടായി. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയത്. ഹിജാബ് തെണ്ടി തിരിയാൻ വേണ്ടി ഇറങ്ങി. രാവിലെ 9:30 ആയിട്ടുണ്ട്. ഇപ്പൊ കടൽ, സൂര്യൻ, രാവിലെ ഇങ്ങനെ തെണ്ടി തിരിയാൻ ഇറങ്ങിയേക്കണേണ്. 9:30 ആയി. ഇപ്പോ 8 മണി തൊട്ട് ഇങ്ങനെ ബീച്ചിൽ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ആ നേരെ വേറൊരു പ്ലേസിലേക്കാണ് പോണത്. ഇവിടെ ഇപ്പോൾ രാവിലെ വന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത്ര വെയിലും ഒന്നുമില്ല. ഉച്ചക്കാവുമ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ. ടൂറിസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അത്ര വെയിലും കാര്യങ്ങളൊന്നുമില്ല. നമ്മ ഈ ഒരു ടൈം നോക്കിയാൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വീട്ടിലെത്താലോ. നമ്മൾ ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മുമ്പിൽ വന്നതാണ്. പക്ഷേ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. അവിടെ അവർ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണേണ് ഫ്രഞ്ച് ടോസ്റ്റിൽ. സോ ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പുണ്ട്. ബാസ്റ്റൺ ബംഗ്ലാവിലേക്ക് പോണേണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൂഗിളിൽ നോക്കിയപ്പോൾ 10 AM ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ 9:45 9:50 ആയി. സോ ലെറ്റ്സ് ഗോ. മോർണിംഗ് തന്നെ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് കുറച്ചു നേരം കൂടി ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിൽക്കണായിരുന്നു. ഇറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം നമുക്ക് അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റി. കൂടുതൽ ആൾക്കാരും ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ടൈമിംഗ് ആണ്, പക്ഷേ ഒന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല. കാപ്പിരി മുത്തപ്പ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ആഫ്രിക്കയില എന്ത് VK രാജൻ പീസ് ഓഫ് സീസോൺ ഇങ്ങനെ ഓരോ സ്റ്റോൺസിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കലാധാരം, നോർത്ത് പോൾ. എനിക്ക് പക്ഷേ ഇത് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടാ. എവിടെ ഊനാല? എനിക്ക് ഊനാലയിൽ ഇരിക്കാം. ഹായ്, ഞാൻ ഇവിടെ ഊനാലയിൽ ഇരിക്കാൻ വന്നതാ ഗൈസ്. നല്ല രസമില്ലേ? എനിക്കിഷ്ടമായി. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലേസിൽ വരുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ പോയതാണല്ലോ, ഓടി നടക്കണായിരുന്നു. അപ്പം നമ്മ ബോണക്കാട് ബാസ്റ്റൺ ബംഗ്ലാവിൽ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് എൻ്റെ ബാക്കിൽ. ഈ ഒരു സ്റ്റെപ്പ് സോ ഇവിടെ നിന്ന് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോണത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ട്. അൽഫി ലൈറ്റിങ് ഇവിടെ നല്ല വിളിച്ചുണ്ട്. ഹായ്. അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാം. എൻ്റെ ഫോണിൽ ചാർജും തീരാറായി. ഒട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്രണ്ടിന്റെ കസിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കസിന്റെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. അവിടേക്കൊന്ന് ഞങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അബായ മാറ്റി ഒരു ഡ്രസ്സ്. കാരണം എനിക്ക് അബായ ഇട്ടിട്ട് ഭയങ്കര ഇത് തോന്നി. സോ ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് ഡ്രസ്സ് ഇട്ടു. ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായി. അബായ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തത്.
ക്യാറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ക്യാറ്റായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഞാൻ പറയണ പോലെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, അടങ്ങിയിരിപ്പുണ്ടായിരുന്നു. അവിടെ ഒരു 12 o'clock ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ജസ്റ്റ് എന്നിട്ട് വണ്ടിയിൽ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കൊണ്ടിരിക്കണമായിരുന്നു. അവിടെ അങ്ങനെ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് നേരത്തെ ആണല്ലോ, ലേറ്റുമായിട്ടുണ്ടായിരുന്നില്ല. കൈ തുടങ്ങിയപ്പോൾ തന്നെ നല്ലോണം വെയിൽ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. ജസ്റ്റ് ഇങ്ങനെ നടന്ന് ചുറ്റും ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് ഉണ്ടല്ലോ, പ്രിൻസസ് സ്ട്രീറ്റ്, ബർഗർ സ്ട്രീറ്റ്, അങ്ങനെ ഓരോ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണാൻ തുടങ്ങിയേക്കും. എല്ലാ ഷോപ്സൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോപ്പുംപടി സാൾട്ടി പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ടുള്ള ജോലി എന്താ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയോ വാപ്പയോ വിളിച്ചിട്ട് പറയും. അവിടെ നിന്ന് ഫേമസ് ആണ് ശാന്തിലാൽ എന്ന് പറഞ്ഞ സ്വീറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ബീഫോ ബിരിയാണി, അല്ലെങ്കിൽ അനീഫ്ക്കാൻ്റെ ബിരിയാണി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറയും. തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത്ര ഉച്ചയായിട്ടുണ്ടായിരുന്നില്ല. സാധാ ആസ് യൂഷ്വൽ ഞങ്ങളൊക്കെ കഴിക്കുന്ന 2:30, 3 o'clock ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലൊരു 1 o'clock ഒക്കെ ആയപ്പോൾ എത്തി. പോലെ തന്നെക്കും അവിടെ എത്തിയപ്പോൾ വാപ്പി വിളിച്ചിട്ട് എന്നോട് ഹനീഫ്ക്കാൻ്റെ ബിരിയാണി വീട്ടിലേക്ക് കുറച്ച് ഒരു 8 packs വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനപ്പോൾ നേരെ ഡയറക്റ്റ്ലി പോയി ഹനീഫ്ക്കാൻ്റെ ഹോട്ടലിലേക്ക്. പറഞ്ഞ പ്ലേസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബിരിയാണി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അത് തന്നെയാണ് രാവിലെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നേക്കും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.